നമസ്കാരം. നമുക്കിന്ന് സെന്റൻസസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. റാൻഡം ആയിട്ടാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. ഡിസീസ് കണ്ടീഷൻ, അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി മോട്ടോർ കോർട്ടക്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. എവിടെയാണ് പ്രൈമറി മോട്ടോർ കോർട്ടക്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കിന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ കൂടെ എന്ത് പോകണം? സെർബ്രത്തിലെ 4 ലോബ്സിന്റെ പേര് പോകണം, ആ ലോബ്സിന്റെ ഫംഗ്ഷൻ പോകണം. ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്താണ് റിമെമ്പർ ചെയ്യാൻ പറ്റുക? ഫ്രണ്ടൽ ലോബ്, മോട്ടോർ ഫംഗ്ഷൻ, parietal lobe, somatosensory function, occipital lobe, visual function, temporal lobe, auditory function. അന്നേരം മേ ബി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എവിടെയായിരിക്കും വരുന്നത്? പ്രൈമറി മോട്ടോ ഫ്രണ്ടൽ ലോബ് ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. പക്ഷെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷനിൽ പ്രിസെന്റർ ഗൈറസ്, പോസ്റ്റെന്റർ ഗൈറസ്, സുപ്പീരിയർ ടെമ്പോറൽ ഗൈറസ്, ഓക്സിപിറ്റൽ ലോബ്. അന്നേരം നമ്മൾ എന്തുകൂടെ അറിഞ്ഞിരിക്കണം? പ്രിസെന്റർ ഗൈറസും പോസ്റ്റെന്റർ ഗൈറസും എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രിസെന്റർ ഗൈറസ് ഫ്രണ്ടൽ ലോബിലും പോസ്റ്റെന്റർ ഗൈറസ് പരൈറ്റൽ ലോബിലും ആയിരിക്കും. അന്നേരം എവിടെയായിരിക്കും മോട്ടോർ കോർട്ടക്സ്? മോട്ടോർ ഫംഗ്ഷൻ എവിടെയാണ്? ഫ്രണ്ടൽ ലോബ്. അന്നേരം ഫ്രണ്ടൽ ലോബിലുള്ള പ്രിസെന്റൽ ഗൈറസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഈസ് പ്രിസെന്റൽ ഗൈറസ്. The presental gyrus of the frontal lobe contain the primary motor cortex responsible for voluntary motor control. ഇതിന്റെ ഏരിയ വെച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ബ്രോഡ്മാൻ ഏരിയ 4. മേ ബി എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈച്ച് ആൻഡ് എവരി പോയിന്റ് പിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിന്റെ പിക്ചർ ഒന്ന് കാണാം. ഇത് നോക്കൂ, പ്രിസെന്റൽ ഗൈറസ് എവിടെയാണ്? ഫ്രണ്ടൽ ലോബില്. ദെൻ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എവിടെയാണ്? ഇൻ parietal lobe. It is divided by central sulcus. Okay, it is divided by central sulcus. Then maybe question ചിലപ്പോൾ central sulcus ഏത് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതെന്നാകാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഓരോന്നും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് പിന്നീടാണെങ്കിൽ നിങ്ങൾക്ക് സ്ലൈഡ് വായിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. പ്രിസെന്റർ ഗൈറസ് പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രൈമറി മോട്ടോകോസ് എവിടെയാണ്? ഫ്രണ്ടൽ ലോബില്. പോസ്റ്റെന്റർ ഗൈറസ് പരൈറ്റൽ ലോബില്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പരൈറ്റൽ ലോബിൽ വരുമ്പോൾ ടെസ്റ്റ് ടെമ്പറേച്ചർ, പെയിൻ പ്രഷർ. ഇതൊക്കെ ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? The next question, which neurotransmitter is deficient in Parkinson disease? എന്താണ് പാർക്കിൻസൺ ഡിസീസ്? പാർക്കിൻസൺ ഡിസീസിൽ ഏത് ഹോർമോൺ ഏതാണ് ഡെഫിഷ്യന്റ്? ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡെഫിഷ്യന്റ്? ദെൻ ആൻസർ ഈസ് ഡോപ്പാമിൻ. എന്തുകൊണ്ടാണ് പാർക്കിൻസൺ വരുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് കാണാം. പാർക്കിൻസൺ ഡിസീസ് occur due to degeneration of dopaminergic neuron in substantia nigra pars compacta leading to dopamine deficiency in the striatum. ഇവിടെ നോക്കൂ, ഇത് കണ്ടോ, സബ്സ്റ്റൻഷ്യ നൈഗ്ര മുതൽ കോസ് പ്രയാറ്റം വരെയുള്ള ഒരു ഡോപ്പാമിനർജിക് പാത്വേ ഉണ്ട്. ആ പാത്വേയിലുള്ള ന്യൂറോൺ ആണ് ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ന്യൂറോണിന് ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദർ ഇസ് എ ഡീജനറേഷൻ ഓഫ് ന്യൂറോൺ. എന്ത് സംഭവിക്കും? ഡെഫിഷ്യൻസി ഓഫ് ഡോപ്പാമിൻ. ഡോപ്പാമിൻ ഡെഫിഷ്യൻസി ആകുമ്പോൾ എങ്ങനെയായിരിക്കും സിംറ്റം വരുന്നത്? ഡോപ്പാമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ഫങ്ഷൻ ഓഫ് എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട്. അന്നേരം എന്താ ചെയ്യണം? എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റിന് ഫങ്ഷൻ അബ്നോർമാലിറ്റി വരും. അതിന്റെ മെയിൻ ഫങ്ഷൻ പോസ്റ്റർ ആൻഡ് സപ്പോർട്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് കാണാം എന്താണ് പിരമിഡൽ ട്രാക്റ്റും പോസ്റ്റ് എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റും. പിരമിഡൽ ട്രാക്ട് ദ ഫങ്ഷൻ ബിറ്റ്വീൻ ഏതൊക്കെയാണ്? കോർട്ടെക്സ് ആൻഡ് സ്പൈനൽ കോഡ്. കോർട്ടെക്സും സ്പൈനൽ കോഡുമാണ്. സെയിം ടൈം ദ എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് വർക്കിംഗ് along with basal ganglia, brainstem and cerebellum. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ ആണ് എന്ത്? കൺട്രോളിംഗ് പോസ്ചർ, മസിൽ ടോൺ, ഇൻവോളണ്ടറി മൂവ്മെന്റ്. ഓർക്കെ, എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് മേ ബി അതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. ബേസൽ ഗാംഗ്ലിയ, ബ്രെയിൻസം, BBC ന്യൂസ് അല്ലെ. BBC ന്യൂസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഓർത്തിരിക്കാം. BBC ന്യൂസ്. ദെൻ ബേസൽ ഗാംഗ്ലിയ, ബ്രെയിൻസ്റ്റം ആൻഡ് സെറിബെല്ലം. എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് അതിന്റെ ഫംഗ്ഷൻ ആണ്. അന്നേരം ഈ നമ്മുടെ പാർക്കിൻസൺ ഡിസീസ് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് ആയിട്ട് വരുന്നത്? പോസ്ചർ ഇംബാലൻസ് ഉണ്ടാവാം, മസിൽ ടോണിന്റെ ഇംബാലൻസ് ഉണ്ടാവാം, വോളണ്ടറി മൂവ്മെന്റ് പ്രോബ്ലം ഉണ്ടാവാം. മേ ബി എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് ഫംഗ്ഷനിങ് ആയിരിക്കില്ല. ഇതിന്റെ സിംറ്റംസ് നമുക്ക് എന്താണ്? പാർക്കിൻസൺ വരുമ്പോൾ അവിടെ മൈൻഡിൽ കൂടെ ഓടി വരുന്നത് ഫസ്റ്റ് പാർക്കിൻസൺസ് ഉണ്ട് അല്ലെ. ഓർത്ത് നോക്കുക, ആറ് വെച്ച് തന്നെ നമുക്ക് ഓർക്കാം. ബ്രാഡിക്കൈനേഷ്യ ആണ് ഫസ്റ്റ് സിംറ്റംസ് നമുക്ക് ഓർക്കാം. ദെൻ റിജിഡിറ്റി, റിജിഡിറ്റി. ദെൻ വരുന്ന ട്രെമർ. Bradykinesia, rigidity and tremor along with the postural instability. ഇത്രയും സിംറ്റംസ് നമ്മൾ ഓർത്തിരിക്കുക. Then next question, the largest part of human brain. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്?
ആർക്കും ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. ആൻസർ ഈസ് സെറിബ്രം. Cerebrum make up about 80 to 85% of total brain weight, responsible for a higher function like intelligence, memory, and voluntary movement. സെറിബ്രത്തിന്റെ മെയിൻ ഫംഗ്ഷൻ വോളണ്ടറി മൂവ്മെന്റും അതുപോലെ നമ്മുടെ ഹയർ ലെവൽ ഫംഗ്ഷൻ എല്ലാം ജഡ്ജ്മെന്റ്, തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് എല്ലാം വരുന്ന എന്താണ്? സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ ആണ്. ജസ്റ്റ് നമ്മുടെ ബ്രെയിനിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇടുന്നത്. ഏതൊക്കെയാണ്? സെറിബ്രത്തിന്റെ മെയിൻ പാർട്ട് ആണ് 8 to 85%. ദെൻ ഡയൻസെഫാലം, ഇതിനകത്ത് തലാമസും ഹൈപ്പോതലാമസും വരുന്നുണ്ട്. ദെൻ ബ്രെയിൻ സ്റ്റെം, ദെൻ സെറിബെല്ലം. ഓക്കെ, ദെൻ സെറിബ്രം ഇസ് ദ ലാർജസ്റ്റ് പാർട്ട്, സീറ്റ് ഓഫ് ഇന്റലിജൻസ്. എന്താണ് സീറ്റ് ഓഫ് ഇന്റലിജൻസ് വെച്ചാൽ ഏതാണ്? സെറിബ്രം ആണ് അല്ലെ. മെയിൻ ഫംഗ്ഷൻ ആയ തിങ്കിങ്, മെമ്മറി, ഡിസിഷൻ മേക്കിംഗ്, ജഡ്ജ്മെന്റ് എല്ലാം. ഇതിന്റെ ഔട്ടർ പോർഷൻ സെറിബ്രൽ കോർട്ടെക്സ്. ദെൻ ഇതിന്റെ തിക്നെസ്, സെറിബ്രൽ കോർട്ടെക്സിന് തിക്നെസ് വരുന്ന 2 to 4 mm ആണ്. ദെൻ സെറിബ്രത്തിന് 4 ലോബ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകാം, വേഗം തീർക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർണിക്സ് ഏരിയ ഈസ് കൺസേൺഡ് വിത്ത്. വെർണിക്സ് ഏരിയ എവിടെയാണ്? വെർണിക്സ് ഏരിയ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇപ്പൊ മനസ്സിലാവും ഏതായിരുന്നു വെർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ. ഓർത്തിരിക്കാനുള്ള ട്രിക്ക് ഡി ആണ് ആദ്യം വരുന്നത്. നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ, ബ്രോക്കാസ് എവിടെ, വെർണിക്സ് എവിടെയാണെന്ന്. ബ്രോക്കാസ് എവിടെയാ? ഫ്രണ്ടൽ ലോബില്. ബി ആണ് ആദ്യത്തെ അക്ഷരം. എന്നിട്ട് നമ്മുടെ ആദ്യം ഫ്രണ്ടിലിരുന്നു, പിന്നെ ഡബ്ല്യു പിന്നെ വരുന്നതാണ്. അതാണ് നമ്മള് ടെമ്പറൽ ലോബില്. അന്നേരം ഫ്രണ്ടൽ ലോബിലാണ് എന്തായിരിക്കും അതിന്റെ ഫംഗ്ഷൻ? ഓട്ടോമാറ്റിക്കലി മോട്ടോർ ആണ്. ഫ്രണ്ടൽ നമ്മൾ പറഞ്ഞു മോട്ടോർ ഫംഗ്ഷൻ ആണെന്ന്. അന്നേരം ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മോട്ടോർ മൂവ്മെന്റ് ആണ് ബ്രോക്കാസ് ഏരിയ. അന്നേരം ബ്രോക്കാസ് ഡാമേജ് വന്നാൽ എന്താ പറ്റിയ? നമുക്ക് ലാംഗ്വേജ് മോട്ടോർ ഡെഫിഷ്യൻസി വരും, നമുക്ക് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റില്ല. വെർണിക്സിൽ എപ്പോഴും നമ്മുടെ ഓഡിറ്ററി സെൻസേഷൻ ആണ് അല്ലെ. അന്നേരം അവിടെ വരുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ആണ് അബ്നോർമാലിറ്റി വരുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? വെർണിക്സ് ഏരിയ ഈസ് കൺസേൺഡ് വിത്ത് വിഷൻ ആണോ? അല്ല. അത് ഓക്സിപിറ്റൽ ലോബ് ആണ്. ഹിയറിംഗ് ആണോ? അല്ല. സ്പീച്ച് കോംപ്രഹെൻഷൻ ആണോ? മേ ബി. മോട്ടോർ സ്പീച്ച് ആണോ? മോട്ടോർ സ്പീച്ച് എപ്പോഴാ? മോട്ടോർ എവിടെയാ വരുന്ന? ഫ്രണ്ടൽ ലോബ്. അന്നേരം എവിടെയായിരിക്കും അത് വരുന്നത്? ഇതാണെങ്കിൽ ബ്രോക്കാസ് ആയിരിക്കും. അന്നേരം ആൻസർ ഈസ് സ്പീച്ച് കോംപ്രഹെൻഷൻ. ഓക്കെ, അന്നേരം നമ്മൾ അവിടെ ബ്രോക്കാസ് അഫേഷ്യ എന്ന് പറയും, ദെൻ വെർണിക്സ് അഫേഷ്യ എന്ന് പറയും. ദെൻ എന്തൊക്കെ ടൈപ്പ് അഫേഷ്യ ഉണ്ട്? ഗ്ലോബൽ അഫേഷ്യ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ചാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോണസ് മെഡുലാരിസ് ഓഫ് ദ സ്പൈനൽ കോഡ് ഇൻ അഡൾട്ട്. എവിടെയാണ് കോണസ് മെഡുലാരിസ്? നമ്മുടെ അനാറ്റമി പഠിച്ചപ്പോൾ നമ്മൾ ഓർമ്മയുണ്ടാവും, സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കോണസ് മെഡുലാരിസ്. അതിനുശേഷം വരുന്ന ഹോസ്റ്റൈഡ് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ഏത്? കോഡക്കിന എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ L1, L2, L2, L3, L3, L4 ആണ്. എവിടെ വരെയാണ് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനും സെയിം ആണ്. L1, L2. Then in adult spinal cord terminate at എവിടെയാണ്? L1, L2. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക, എവിടെയാണ് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നത് അഥവാ കോണസ് മെഡുലാരിസ് എവിടെയാണെന്നൊന്നും ക്വസ്റ്റ്യൻ ആകാം. ദെൻ എക്സാക്റ്റ് ആണെങ്കിൽ നമ്മൾ മേ ബി ഓപ്ഷനിൽ L1 L2 ഉണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക L1 ആണ്. PSCയുടെ ആൻസർ കീയിൽ വരുന്നത് അധികം L1 ആണ്. ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ ഹോഴ്സ് ലൈക്ക് സ്ട്രെച്ച്, ദ നമ്പർ ഓഫ് ന്യൂറോൺ ടുഗദർ, ബണ്ടിൽ ഓഫ് ന്യൂറോൺ ഈസ് കോൾഡ് കോഡോക്കിന. ജസ്റ്റ് അതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ്. ഇറ്റ് ഇസ് കോണസ് മെഡുലാരിസ് ഇസ് ദ ടൈപ്പേഡ് കോൺ ഷേപ്ഡ് സ്ട്രക്ചർ. After that, there is a bundle of spinal nerve extending from end of the cornus medulla downward. It is called കോഡോക്കിന. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. ഇൻ അഡൾട്ടിൽ എൻട്രി ചെയ്യുന്ന എവിടെയാന്ന് പറഞ്ഞ് L1, L2 ആണ് കേട്ടോ. ഇത് മാറ്റി ഇവിടെ L2 എന്ന് എഴുതണം. L1, L2 അത് നമ്മൾ സ്പെസിഫിക് ആണെങ്കിൽ L1 എന്ന് പറയും. സെയിം ടൈമിൽ ഓർക്കുക, ന്യൂ ബോൺ ആണെങ്കിൽ L3യിലാണ് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഓർക്കുക, മെനിഞ്ചസ് ആൻഡ് CSF എവിടെ വരെയാണ്? S2 വരെയാണ്. മറക്കരുത്. L1, L2 അതിൽ സ്പെസിഫിക്കലി L1 ഇൻ അഡൾട്ട്, L3 ഇൻ ന്യൂ ബോൺ. മെനിഞ്ചസും CSFും S2 വരെയാണ്. അതിന്റെ കൂടെ നമുക്ക് ഒന്നും കൂടി ചിന്തിക്കാം, എവിടെയാണ് ലംബാർ പങ്ചർ? L3 ആൻഡ് L4 ആണ്. അന്നേരം L1, L2, L3, L4 ലംബാർ പങ്ചർ, L3യില് ന്യൂ ബോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രേനിയൽ നെർവ് ഹാസ് ദ ലോങ്സ്റ്റ് ഇൻട്രാക്രേനിയൽ കോഴ്സ്? മേ ബി ഇത് അറിഞ്ഞത് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വൺ വേർഡ് ആയിട്ട് പഠിക്കാം. പിന്നെ നമുക്ക് എല്ലാം ഒന്ന് ഇതേ സെയിം ടൈം നമുക്ക് നോക്കിപ്പോകാം അല്ലെ. ഏതാണ് ലോങ്സ്റ്റ് ഇൻട്രാക്രേനിയൽ കർവ്? ലാർജസ്റ്റ് നെർവ് ഏതാണെന്ന് ചോദിക്കാം. കുറേ സോ മെനി ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാം അല്ലെ. അന്നേരം ലാർജസ്റ്റ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കുക. ആൻസർ ഈസ്
ട്രോക്ലിയർ നെർവ്. ഇത് എവിടുന്ന് എവിടെ? ഇറ്റ് ഈസ് ദ cranial nerve that emerged dorsally and has longest intracranial course, making it is prone to injury. Maybe long ആയതുകൊണ്ട് ഇഞ്ചുറി. ഇത് ഓരോന്നിന്റെയും ഫംഗ്ഷൻ ആണ്. ഈ ഒരു പിക്ചർ പഠിച്ചാൽ തന്നെ ഇവിടെ നമുക്ക് ഒന്നോ രണ്ടോ പോയിന്റ് ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. നമ്മൾ ഇതിന്റെ ക്ലാസ്സുകള് ഇതിന്റെ ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചത് ഊട്ടാഭാഗം ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ട്രോക്ലിയർ ആണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് വരുന്ന ഓരോന്നിന്റെയും ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ആൻസർ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഗ്ലോസോഫാരിംഗിൽ മേ ബി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ടങ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോസോഫാരിംഗിൽ എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ നമ്മുടെ ഒപ്റ്റിക്, അതുപോലെ കണ്ണിന്റെ ഏതൊക്കെയുണ്ട്? ഒപ്റ്റിക് ഉണ്ട്, ട്രോക്ലിയർ ഉണ്ട്, അബ്ഡസെന്റ് ഉണ്ട്, ഒക്കുലോമോട്ടോർ ഉണ്ട്. അന്നേരം ഡിഫറെന്റ് മസിൽ ഡിഫറെന്റ് നെർവ് ആണ്. അന്നേരം എന്തോ ഓർത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ട്രോക്ലിയർ നെർവ് ആണെങ്കിൽ ഒബ്ലിക്, രണ്ടിലും എല്ലാം ഉണ്ട് അല്ലെ. അന്നേരം കമ്പയർ ചെയ്ത് ഓർത്ത് വെക്കുക. ട്രോക്ലിയർ ആണെങ്കിൽ ഒബ്ലിക് മസിൽ, അബ്ഡസെന്റ് ആണെങ്കിൽ എക്സ്റ്റേണൽ റെക്ടസ്, രണ്ടിലും ഒരു സസ് എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ഉള്ളതുകൊണ്ട് അബ്ഡസ് ആൻഡ് റെക്ടസ് മസിൽ. ബാക്കി മസിൽസ് മൊത്തം വരുന്നത് ഏതാണ്? ഒക്കുലോമോട്ടോർ ആണ്. അത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നതാണ്. അന്നേരം ബാക്കി നെർവിന്റെ ഫംഗ്ഷൻ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, സമയം പോകും എന്നുള്ളത് കൊണ്ട്. ഫസ്റ്റ് എല്ലാവരും മസ്റ്റായിട്ടും പഠിക്കുക. സ്ലൈഡിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള മേ ബി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി, ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മളത് മറന്നു പോകും. പക്ഷെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഊട്ടഭാഗം പഠിക്കുന്ന കൂടെ തന്നെ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും കൂടെ പഠിക്കാം. ആദ്യത്തെ ഫസ്റ്റ് ടു നെർവ് ഓൾഫാക്ടറി ഒപ്റ്റിക് ഫ്രം സെറിബ്രം. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സെറിബ്രം എന്ന് മാത്രമേ ഉള്ളൂ, സെറിബ്രം. ദെൻ സെക്കൻഡ് ടു ഫ്രം മിഡ് ബ്രെയിൻ. ദെൻ നെക്സ്റ്റ് 4 കോൺസ് നിന്നാണ്. ആദ്യത്തെ 2 സെറിബ്രം, 2 മിഡ് ബ്രെയിൻ, പിന്നെ വരുന്നത് 4 കോൺസിൽ നിന്നാണ്. പിന്നെ ആഫ്റ്റർ ദാറ്റ് 4 എണ്ണം മെഡുല്ലയിൽ അന്നേരം അതങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. സെറിബ്രം, മിഡ് ബ്രെയിൻ, പോൺസ് 4 എണ്ണം, പിന്നെ നെക്സ്റ്റ് ഫ്രം മെഡുല്ല. അന്നേരം ആ ഒരു മെർജ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ 2, 2, 4, 4 എന്ന് ഓർത്ത് വെക്കുമ്പോൾ ആ പേര് ഏതാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് മെയിൻലി സെക്രീറ്റഡ് ബൈ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തത്. ഏതാണ് ആൻസർ? കൊറോയിഡ് പ്ലെക്സസ് ആണ്. ഇതിന്റെ കൂടെ തന്നെ only 70% പ്രൊഡ്യൂസ്ഡ് ബൈ കൊറോയിഡ് പ്ലെക്സസ് ഇൻ ദ വെൻട്രിക്കിൾ. എവിടെയാണ് കൊറോയിഡ് പ്ലെക്സസ് ഉള്ളത്? വെൻട്രിക്കിളിലാണ്. ദ റെസ്റ്റ് എവിടെയാണ്? ഇതാ എപ്പിൻഡമൽ ലൈനിങ് ഇതാ ആൻഡ് ബ്രെയിൻ കാപ്പിലറീസ് ആണ്. കണ്ടോ ഈ പിക്ചറിൽ ഒന്ന് നോക്കൂ, എവിടെയാണ് വരുന്നത്? എപ്പിൻഡമൽ ലൈനിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് CSF നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണാം. ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് വേണ്ടി വരില്ല, സെയിം അനാറ്റമി ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എവിടെ നോർമൽ എത്രയാണ്? 100 to 180 mm ഓഫ് വാട്ടർ ആണ് ഇതിന്റെ നോർമൽ പ്രഷർ. എപ്പം സെമി റെക്കമെൻഡ് പൊസിഷനിൽ പറയുന്നത്. പിന്നെ ഇവിടെ കുറേ അനാറ്റമി ഉണ്ട് അല്ലെ, നമുക്ക് ചോദിച്ചേക്കാവുന്ന കുറെ അനാറ്റമി. CSF ന്റെ കുറച്ച് കാര്യങ്ങളിലും. CSF ന്റെ പ്രൊഡക്ഷൻ 0.5 ml/minute ആണ്. അവറിൽ 30 ml. ഇത് നിങ്ങൾ ഒന്ന് മാത്രം ഓർത്ത് വെച്ച് ബാക്കി നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. 0.5 720 ml വരും. പക്ഷെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പെർ ഡേ 720 ml ഉണ്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന വോളിയം 150 ml ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോർമൽ പ്രഷർ അതുപോലെ നോർമൽ വോളിയം റേഞ്ച് വരുവാണെങ്കിൽ 125, 150 പറയാം. നോർമൽ ICP, നമുക്ക് CSF പ്രഷർ ICP തമ്മിൽ കൺഫ്യൂഷൻ ആകാറുണ്ടോ? ഇല്ല. നോർമൽ ICP എപ്പോഴും ഒരു ചെറിയ സംഖ്യയാണ് അല്ലെ. എന്നാലും അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കൊടുത്തേക്കുന്നത് മാത്രം 5 and 15 mmHg ആണ്. ദെൻ CSF ന്റെ ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി പോകാം. നോർമലി എങ്ങനെയാണ്? ക്ലിയർ ആൻഡ് കളർലെസ് ആണ്. അധികം നമ്മൾ ഡിസീസ് കണ്ടീഷനിൽ CNS ഈ ലംബാർ പഞ്ചർ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, അത് നോക്കാൻ. ദെൻ അഡക്റ്റിൽ നമ്മൾ പ്രഷർ പറഞ്ഞു ഓൾറെഡി. ചിൽഡ്രനിൽ നമുക്ക് 30 to 60. ഓക്കെ, 30, 60 കഴിഞ്ഞിട്ടാണ് പിന്നെ 70, 150 വരുന്ന പോലെ അങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ സെല്ലുലാർ കണ്ടന്റ് WBC നോർമൽ 0 to 5 ആണ്. RBC ഇല്ല. ദെൻ ബയോകെമിക്കൽ കോമ്പോസിഷൻ വരുന്നത്, ഞാൻ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. ദെൻ പ്രോട്ടീൻ എത്രയാണ് നോർമൽ? 50 to 45 mg/dl. ഗ്ലൂക്കോസ് ആണെങ്കിൽ 45 to 85 ആണ്. ഈ ഒരു 45 ആദ്യം 15, ഒരു 45 വന്നു, പിന്നെ 45 തുടങ്ങുന്നു. സെയിം സംഖ്യയാണ് 80 വരെ. നേരെ ഇരട്ടി വരുന്ന പോലെ ചിന്തിക്കുക.
മെനിഞ്ചൈറ്റിസ് എൻസെഫലിലും ബ്രെയിൻ ആപ്സിസിലും എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? മേ ബി ഇതും ചോദിക്കാം. സെയിം തന്നെയാണ്, സെയിം ടോപ്പിക്കിൽ വരുന്നതാണ്. ഈ മെനിഞ്ചൈറ്റിസിൽ പ്രോട്ടീൻ WBC ICP ഇൻക്രീസ് ചെയ്യും. ഗ്ലൂക്കോസ് വിൽ ഡിക്രീസ്. എന്തുകൊണ്ടാണ്? ആ ഒരു ബാക്ടീരിയ ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഗ്ലൂക്കോസ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. എൻസെഫലൈറ്റിസിലാണ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ഇൻ CSF, WBC ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ്. ഗ്ലൂക്കോസ് വിൽ നോർമൽ. പക്ഷെ എൻസെഫലൈറ്റിൽ ഗ്ലൂക്കോസ്, അത് നമുക്ക് ഇവിടെ തന്നെ ഡയഗ്നോസ്, മേ ബി മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് കുറവായിരിക്കും, എൻസെഫലൈറ്റിസിലാണെങ്കിൽ ഗ്ലൂക്കോസ് നോർമൽ ആയിരിക്കാം. കണ്ടോ ഡയഗ്നോസ് ചെയ്യാൻ. ബ്രെയിൻ ആപ്സിസിലാണെങ്കിൽ ലോ ഓർ ആബ്സെന്റ് ഗ്ലൂക്കോസ്. ഇൻക്രീസ് ഇൻ WBC ബട്ട് പ്രോട്ടീൻ നോർമൽ ആയിരിക്കും. പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബ്രെയിൻ ആപ്സിസിൽ പ്രോട്ടീൻ നോർമൽ ആയിരിക്കും, ഗ്ലൂക്കോസ് ആബ്സെന്റ് ഓർ വെരി ലോ ആയിരിക്കും, WBC ലൈസ്. അതിന്റെ കൂടെ നമുക്ക് ഒരു പോയിന്റും കൂടെ അത് ഞാൻ സെവിന്റെ കൂടെ ആഡ് ചെയ്തൊന്ന് മാത്രം കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാൻ. അതുപോലെ ICP നമ്മൾ പറഞ്ഞു 5 to 15 ആണ് നോർമൽ ICP. ICP കൂടുതലാണ് നമുക്ക് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ പറയാറുണ്ട്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. 1200 ml ആണ് അവർക്ക് കൊടുക്കേണ്ട പൊസിഷൻ, സെമി പോളസ് പൊസിഷൻ ആണ്. ഓക്കെ, അതുപോലെ CSS സർക്കുലേഷനിൽ കുറെ പോയിന്റ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഇതിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? ലാറ്ററൽ വെൻട്രിക്കിൾ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, തേർഡ് വെൻട്രിക്കിൾ, ടു ഫോർത്ത് വെൻട്രിക്കിൾ, സിസ്റ്റേറ്റം മാഗ്ന ടു ലാസ്റ്റ് സജിറ്റസ് സൈനൻ, അബ്സോർബ് ചെയ്യുന്നു അല്ലെ. ജസ്റ്റ് നോക്കൂ, ലാറ്ററൽ വെൻട്രിക്കിൾ പിക്ചർ ഓടിച്ചു പോകാം. ലാറ്ററൽ വെൻട്രിക്കിൾ നിന്ന് തേർഡ് വെൻട്രിക്കിളോട്ട് വരുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇത്, ഓപ്പണിംഗ് ആണ് ഇന്റർവെൻട്രിക്കുലർ ഫോറാമൻ. അത് കഴിഞ്ഞ ഫോർത്തിലോട്ട് വരുന്നതാണ് സെറിബ്രൽ അക്യുഡക്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് സെൻട്രൽ കനാഡിൽ. നോക്കൂ ഈ പിക്ചർ. ഫസ്റ്റ് ലാറ്ററൽ ഫൊറാമിൻ ഓഫ് മൊൺറോ, അതർ നെയിം ആണ് ഇന്റർവെൻട്രിക്കുലർ ഫൊറാമിൻ ഓർ ഫൊറാമിൻ ഓഫ് മൊൺറോ. മൊൺറോ എന്ന ഒരാളാണെന്ന് ചിന്തിക്കുക, അവരുടെ ഫ്രണ്ടിന്റെ പേരാണ് അടുത്തത്. സെറിബ്രൽ അക്യുഡേറ്റ് ഓർ അക്യുഡേറ്റ് ഓർ സിൽവിയസ്. സിൽവിയസും മൊൺറോയും ഫ്രണ്ട്സ് ആണ്. അന്നേരം ആ ഒരു വേർഡെങ്കിലും ഓർത്ത് വെക്കുക, ആ ഒരു അക്യുഡേറ്റ് ഓർ സിൽവിയസ്. അത് കഴിഞ്ഞ് അതെങ്ങോട്ട് പോകുന്നു? ഫോർത്ത് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. ഓക്കെ, ഫോർത്ത് വെൻട്രിക്കിൾ കഴിഞ്ഞ് അതിന് 2 അപ്പർച്ചർ ഉണ്ട്, 2 ഓപ്പണിംഗ് ഉണ്ട്, മീഡിയൻ അപ്പർച്ചറും ലാറ്ററൽ അപ്പർച്ചറും. മീഡിയൻ ആണ് മെജൻറ്റി, ലാറ്ററൽ ആണ് ലെസ്കൽ. എല്ലും എമ്മും തമ്മിൽ ഓർത്ത് വെക്കുക. മേ ബി അങ്ങനെ ചോദിക്കാം അല്ലെ. പിന്നെ അതെങ്ങോട്ടാണ് ഓപ്പണിംഗ് വരുന്നത്? സബരക്നോഡ് സിസ്റ്റേണും ഓപ്പണിംഗ് ടു സെറിബ്രൽ വെയിനും. ഓക്കെ, അത് രണ്ടും ഓർത്ത് വെക്കുക. മീഡിയൻ മെജൻറ്റി ആൻഡ് ലാറ്ററൽ ലെസ്കൽ. അന്നേരം ആ ഇത്രയും പോയിന്റ് മേ ബി അനാറ്റമി നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് അതിന്റെ കൂടെ തന്നെ ജസ്റ്റ് സബാരക്നോഡ് സ്പേസിലാണ് ഇത് എൻറ്റർ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് അബ്സോർഡ് എങ്ങോട്ടാണ്? ഇൻറ്റു ദ സുപ്പീരിയർ സജിറ്റൽ സൈനസ്. ആ ഫസ്റ്റ് പിക്ചറിൽ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ സർക്കുലേഷൻ ഒന്നും കൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. സബാരക്നോഡ് സ്പേസ് വീനസ് സിസ്റ്റത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പേസ് മേക്കർ ഓഫ് റെസ്പിറേഷൻ ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിന്റെ റെസ്പിറേഷന്റെ പേസ് മേക്കർ ഏതാണ്? എല്ലാവർക്കും അറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ. നമ്മൾ പറയാറുണ്ട് അല്ലെ, മെഡുല്ല ഒബ്ലോങ്കേറ്റ അടി കിട്ടിയോ ഒരു മൊത്തം. മെഡുല്ല ഒബ്ലോങ്കേറ്റ റെസ്പിറേറ്ററി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ലിംബിക് സിസ്റ്റം. അന്നേരം ലിംബ് കാലിലും കയ്യിലും മാത്രമാണ് നമ്മൾ ലിംസ് പറയുന്നത് അല്ലെ. ലിംബിക് സിസ്റ്റം ഈ ബ്രെയിൻ, ദാറ്റ് ഈസ് ദ ഇമോഷണൽ ബ്രെയിൻ എന്നും നമ്മൾ അറിയപ്പെടും. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എന്തൊക്കെയാണ്? ലിംബിക് സിസ്റ്റത്തിന്റെ അതർ നെയിം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തെടുക്കാം? ഇമോഷണൽ മെമ്മറി ആണ് ഡയറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് ഇമോഷണൽ ബ്രെയിൻ? നമ്മൾ ലിംബിക് സിസ്റ്റത്തിന്റെ അതർ നെയിം ആണ്. അന്നേരം ഇവിടെ ഏതൊക്കെ ഏരിയ ആണ്? ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചർ ആണ്. ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചർ വരുന്നത്? ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല ആൻഡ് സിംഗുലേറ്റ് ഗൈറസ്. അത് മൂന്നും ഓർത്ത് വെക്കുക. മേ ബി ലിംബിക് സിസ്റ്റത്തിൽ വരുന്ന 3 സ്ട്രക്ചർ ഏതൊക്കെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല ആൻഡ് സിംഗുലേറ്റ് ഗൈറസ്. മെയിൻ ഫംഗ്ഷൻ ഇമോഷൻ, ലേണിംഗ്, മെമ്മറി ആൻഡ് മോട്ടിവേഷൻ. ഹിപ്പോകാമ്പസിന്റെ മെയിൻ ഫംഗ്ഷൻ തന്നെ എന്താണ്? മെമ്മറി ആണ്. ഡയറക്റ്റ് മേ ബി അത് ചോദിച്ചിട്ടുണ്ട്. ഹിപ്പോകാമ്പസിന്റെ മെയിൻ ഫംഗ്ഷൻ മെമ്മറിയാണ്. അന്നേരം ലിംബിക് സിസ്റ്റത്തിന് മൊത്തം ഇമോഷൻ എന്ന് പറയും. അന്നേരം നമ്മൾ ഇമോഷൻ ആൻഡ് മെമ്മറി ടുഗദർ, ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചർ ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല ആൻഡ് സിംഗുലേറ്റ് ഗൈറസ്. ഇത് ജസ്റ്റ് അത് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ കൊടുത്തു എന്ന് മാത്രം. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇന്റർകണക്റ്റഡ് ബ്രെയിൻ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്പ് റെഗുലേറ്റ് യുവർ ഇമോഷൻ ആൻഡ് ബിഹേവിയർ. ദ സ്ട്രക്ചർ ഓഫ് ലിംബിക് സിസ്റ്റം വർക്ക് ടുഗദർ വിത്ത് അതർ ബ്രെയിൻ റീജിയൻ ബൈ പ്രോസസിംഗ് യുവർ മെമ്മറി, തോട്ട് ആൻഡ് മോട്ടിവേഷൻ.
ദെൻ ടെൽ യുവർ ബോഡി ഹൗ ടു റെസ്പോണ്ട്. നമ്മുടെ റെസ്പോണ്ടും നമ്മുടെ ഇമോഷനും മെമ്മറിയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ലിംബിക് സിസ്റ്റം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് കാൾഡ് റിലേ സ്റ്റേഷൻ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം അല്ലെ. ഏതാണ് വരുന്നത്? ആൻസർ തലാമസ് ആണ്. തലാമസ് ആണ് റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ. ഇവിടെ വൺ മോർ പോയിന്റ് എന്താണുള്ളത്? എക്സെപ്റ്റ് ഓൾഫാക്ടറി സ്റ്റിമുലേ. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് എടുത്തത്. ഓൾഫാക്ടറി സ്റ്റിമുലേ മേ ബി അല്ല, ഇവിടെ റിലേ സ്റ്റേഷൻ അല്ല, അത് ഡയറക്റ്റ് ആ ഓൾഫാക്ടറി കോർട്ടക്സിലോട്ടാണ് പോകുന്നത്. ജസ്റ്റ് ഡിവൈഡ് എക്സ്പ്ലെയിൻ കൊടുത്തേക്കുന്നത് മാത്രം. ഇറ്റ്സ് ദ മേജർ റിലേ സ്റ്റേഷൻ ആണ്. സെൻസറി ഇംപൾസ് ഫ്രം ബ്രെയിൻ സ്റ്റം ആൻഡ് സ്പൈനൽ കോർഡ് ടു സെൻസറി ഏരിയ സെറിബ്രൽ കോർട്ടക്സ്. ഇവിടുത്തെ തമ്മിലുള്ള റിലേ സ്റ്റേഷൻ ആണ് പറയുന്നത്. സ്പൈനൽ കോഡും ബ്രെയിനും തമ്മിലുള്ള റിലേ സ്റ്റേഷൻ ആണ്. പിന്നെ ആ സെൻസറി എടുത്തു. നമ്മുടെ റിലേ സ്റ്റേഷൻ ഈസ് മോസ്റ്റ് സെൻസറി ഇംപൾസ് ആണ് ഫ്രം ബ്രെയിൻ സ്റ്റം ആൻഡ് സ്പൈനൽ കോഡ്. പക്ഷെ ഏതാണ് എക്സെപ്റ്റ് വരുന്നത്? ഓൾഫാക്ടറി ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ സബ് അരക്കിനോട് സ്പേസ് കണ്ടെയ്ൻ. എവിടെയാണ്? ഓൾറെഡി നമ്മൾ CSF പറഞ്ഞപ്പോൾ പറഞ്ഞു. സബ് അരക്കിനോട് സ്പേസിൽ എന്തുണ്ട്? CSF ആൻഡ് ബ്ലഡ് വെസൽ. Subarachnoid space between arachnoid matter and pia matter contains CSF, artery and vein. Site of subarachnoid. ഓട്ടോമാറ്റിക് ഹെമറേജ് വരുന്ന സബാരക്കിനോട് ഹെമറേജ് ഉണ്ടാവാറുണ്ട് അല്ലേ? അന്നേരം ഇവിടെ വരെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ CSF-ഉം ബ്ലഡും എവിടെയുള്ളതാണ്? സബാരക്കിനോട്. ഈ ഒരു പിക്ചർ നോക്കൂ, സ്കള്ളാണ് ഏറ്റവും മുകളിൽ വരുന്നത് അല്ലേ? സ്കള്ള്, ദെൻ ഡ്യൂറാ മാറ്റർ, ദെൻ സബ്ഡ്യൂറൽ സ്പേസ്. സബ്ഡ്യൂറൽ സ്പേസ് എവിടെയാണ്? ഡ്യൂറയുടെ അടിയില് സബ് ആയിട്ടാണ്. ദെൻ അരക്കിനോട് മാറ്റർ. അന്നേരം സബ് അരക്കിനോട് സ്പേസ് ജസ്റ്റ് അണ്ടർ ദ അരക്കിനോട് മാറ്റർ. ദെൻ പിയ. അന്നേരം പാട് എന്നുള്ള കാര്യത്തില് ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഷോർട്ട് പഠിച്ചത്. അന്നേരം അതൊക്കെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെൻഡോറിയം സെറിബെല്ലി സെപ്പറേറ്റ്. ഇവിടെ കുറെ ഫാൾസ് സെറിബെല്ലി, ടെൻഡോറിയം സെറിബെല്ലി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അന്നേരം നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അനാറ്റമി എടുത്തിരിക്കുന്നത്. ടെൻഡോറിയം സെറിബെല്ലി സെപ്പറേറ്റ് സെറിബ്രം ഫ്രം സെറിബെല്ലം. സെറിബ്രവും സെറിബെല്ലും ആണ് ടെൻഡോറിയം സെറിബെല്ലി. ദെൻ ഫാൾസ് സെറിബെല്ലി ആണ് ഇങ്ങനെയാണ്. ടെൻഡോറിയം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ടെൻഡോറിയം സെറിബെല്ലി ഇസ് ദ ഡ്യൂറൽ ഫോഴ്സ് സെപ്പറേറ്റിംഗ് ഓക്സിപിറ്റൽ ലോബ് സെറിബ്രം ഫ്രം ദ സെറിബെല്ലം. പിക്ചർ നോക്കൂ, ടെൻഡോറിയം സെറിബെല്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറിബ്രം ആൻഡ് സെറിബ്രല്ലം. ടെൻഡോറിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെന്റ് കെട്ടി, രണ്ടിന്റെ നടുക്ക് ഒരു ടെന്റ് കെട്ടി എന്ന് ഓർത്താൽ മതി. സെറിബ്രത്തിന്റെയും സെറിബ്രലിന്റെയും നടുക്കാണ് ടെന്റ് കെട്ടിയേക്കുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടെ നോക്കാം. ഫാൾസ് സെറിബ്രി, ഇത് സെപ്പറേറ്റ് ഏതാണ്? ബിറ്റ്വീൻ ടു സെറിബ്രം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ ആണ്. ഫാൾസ് സെറിബ്രലി ആണെങ്കിൽ ഫാൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെയിം ഇത്. സെറിബ്രി മീൻസ് ബിറ്റ്വീൻ ദ ടു ലോബ് ഓഫ് സെറിബ്രം. ഫാൾസ് സെറിബെല്ലി എന്ന് പറയുമ്പോൾ സെറിബെല്ലത്തിന്റെ രണ്ട് ഇത് തമ്മിൽ. പക്ഷെ ടെൻഡോറിയം സെറിബെല്ലി ആണ് ഏത് പറയുന്നത്? ടെന്റ് കെട്ടി താമസിക്കുന്നതാണ് സെറിബ്രവും സെറിബെല്ലവും തമ്മിൽ കേട്ടോ. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ദ സർക്കിൾ ഓഫ് വില്യസ്. അന്നേരം ഇതിന് നമ്മൾ സർക്കുലേഷൻ പഠിച്ചു. അന്നേരം അനാറ്റമി പഠിച്ചവർക്ക് ഇത് ഈസി, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഈസി ആയിരിക്കും. ബേസ് ഓഫ് ദ ബ്രെയിൻ ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. The circle of Willis is an arterial polygon at the base of the brain, providing collateral circulation between carotid and vertebrobasilar system. എന്താണ് സർക്കിൾ ഓഫ് വില്ലിസിന് ഇമ്പോർട്ടന്റ്? എപ്പോഴും മേ ബി അത് ചോദിക്കുക. എന്താണ്? കൊളാട്രൽ സർക്കുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ്? ആൻസർ ഈസ് ബേസ് ഓഫ് ദ ബ്രെയിൻ. ബേസ് ഓഫ് ദ ബ്രെയിൻ. ഇത് ക്വസ്റ്റ്യൻ ഇവിടെ കൂടുതൽ നമുക്ക് ചോദിക്കാം അല്ലെ? നമുക്ക് ഇവിടെ വരുന്നത് ഏതൊക്കെയാണ്, ഇല്ലാത്തത് ഏതൊക്കെയാണ്, ഏത് ഏരിയയിലാണ് ഒരു ആർട്ടറി സപ്ലൈ ചെയ്തേക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടുന്ന് വരാം. ഇത് ഏതൊക്കെയാണ്? ഫ്രം സ്റ്റാർട്ടിങ് ഏതാണ്? ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ഇവിടുന്ന് വരും, വെർട്ടിബ്രൽ ആർട്ടറി ഇവിടുന്ന് വരും. വെർട്ടിബ്രൽ ആർട്ടറി വന്ന് ഇവിടെ ബേസിലിയർ ആർട്ടറി ആകും, പിന്നെ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആകും. ദെൻ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ഇവിടുന്ന് ഇന്റേണൽ കരോട്ടിഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ദെൻ ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി വന്നു, ഇവിടെ ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. അതായത് സർക്കിൾ ഓഫ് വില്ലിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇത്ര ആർട്ടറി മാത്രമേ ഉള്ളൂ. ഈ ബേസിൽ ആർട്ടറി ഒക്കെ ഉണ്ടോ? ഇല്ല, ഈ ഒരു സർക്കിളിലുള്ള ആർട്ടറി മാത്രമേ ഉള്ളൂ. അന്നേരം മേ ബി നമുക്ക് കൺഫ്യൂഷൻ അടിക്കും ആ ക്വസ്റ്റ്യൻസ്. നോക്കൂ, ഏതൊക്കെയാണ് വരുന്നത് സർക്കിൾ ഓഫ് വില്ലിസില്? ടു ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി, ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി, ഇന്റേണൽ കരോട്ടിഡ്, പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. ഈ പിക്ചറിൽ നിന്ന് ഈ ഒരു പിക്ചർ മൈൻഡ് മതി അല്ലെ? ബേസിൽ ആർട്ടറിയിൽ നിന്ന് പോകുന്നത് പോസ്റ്റീരിയർ സെറിബ്രൽ, പോസ്റ്റീരിയർ ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇന്റേണലും പോസ്റ്റീരിയർ സിസ്റ്റവും. ഈ ഒരു ആർട്ടറിയാണ് പോസ്റ്റീരിയറും ആന്റീരിയർ സർക്കുലേഷൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് ചോദിച്ചാൽ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ആണ്. ഇത് രണ്ടും ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി ഇവിടെ തമ്മിൽ
യോജിക്കുന്നതാണ് ആന്റീരിയർ. ഇവിടെ ഒന്നേ ഉള്ളൂ കേട്ടോ ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. പക്ഷെ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്. 2 സൈഡും പോസ്റ്റീരിയർ ഏരിയ സെക്ഷനുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രണ്ടൽ ലോബ് ലീഷൻ കോമൺലി കോസ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇത് ഓൾറെഡി പറഞ്ഞു. ഫ്രണ്ടൽ ലോബിന്റെ മെയിൻ ഫംഗ്ഷനും ഓരോ ലോബിന്റെയും ഫംഗ്ഷൻ ഡീറ്റെയിൽ ആയിട്ട്. അന്നേരം ഫ്രണ്ടൽ ലോബിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ തിങ്കിങ്, മെമ്മറി, ബിഹേവിയർ, മൂവ്മെന്റ്. ഓട്ടോമാറ്റിക്കലി ലീഷൻ വന്ന എന്തായിരിക്കും സിംറ്റം വരുന്നത്? പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. ഓരോന്നിന്റെയും ഫംഗ്ഷൻ. ഇത് ഞാൻ ജസ്റ്റ് പിക്ചർ കൊടുത്തു എന്ന് മാത്രം. ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി. ഫ്രണ്ടൽ ലോബ് മെയിൻ പേഴ്സണാലിറ്റി ചേഞ്ചസ്, പരേറ്റൽ പിന്നെ അലോങ് വിത്ത് മോട്ടോർ ഉണ്ട് കേട്ടോ. മോട്ടോർ ഇമ്പോർട്ടന്റ് ആണ്. പരേറ്റൽ ലോബ് സൊമാറ്റോ സെൻസറി ആണ്. നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യം നമ്മൾ സെൻസ് ചെയ്യുന്നു. ഓക്സിപിറ്റൽ എപ്പോഴും വിഷൻ ആണ്, ഓൾറെഡി പറഞ്ഞു. സെർബെല്ലം കോർഡിനേഷൻ, ബാലൻസ് ആൻഡ് മസിൽ കൺട്രോൾ. ബ്രെയിൻ സ്റ്റം മെയിൻ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. മിഡ് ബ്രെയിൻ പോൺസ് ഇതൊക്കെ വരുന്നത്. മിഡിൽ ലോബ് ബ്ലങ്കേറ്റും ഒക്കെ. ദെൻ ടെമ്പറൽ ലോബ് എപ്പോഴും ഓഡിറ്ററി, ലാംഗ്വേജ്, ഓക്കെ, ഹിയറിംഗ് ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്. എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് കണ്ടീഷൻ? ഡീജനറേഷൻ ആണ്. ഓട്ടോമിൻ ഡീമൈലിനേഷൻ, ഡീജനറേഷൻ ഓഫ് മോട്ടോർ ന്യൂറോൺ, ഡെഫിഷ്യൻസി ഓഫ് അസറ്റൈൽ കൊളൈൻ, വൈറൽ എൻസെഫലൈറ്റിസ്. എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡീമൈലിനേഷൻ ആണ്. മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഡീമൈലിനേഷൻ എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെക്കുക. ആൻസർ ഓട്ടോ ഇമ്മ്യൂൺ ഡീമൈലിനേഷൻ ആണ്. is the autoimmune demyelinating disease leading to multiple plaque in white matter. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇതിന്റെ മെയിൻ ഹോൾമാർക്ക് ചോദിച്ചാൽ നമ്മൾ പ്ലേക്കും സ്ക്ലറോട്ടിക് പ്ലേക്ക് പറയാറുണ്ട്. ഇതിന്റെ മെയിൻ സിംറ്റംസ്, ഫസ്റ്റ് സിംറ്റം നമ്മൾ എപ്പോഴും ചോദിക്കുമ്പോൾ വിഷ്വൽ ലോസ്, അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സെൻസറി ഡിസ്റ്റർബ്നെസ്. ദെൻ ഇവിടെ സ്ക്ലറോട്ടിക് ചേഞ്ചസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? മൈലിൻ ഡീമൈലിനേഷൻ. മൈലിൻ ഇല്ലെങ്കിൽ നമുക്ക് ന്യൂറോൺ ട്രാൻസ്മിഷൻ നടക്കുമോ? ഇല്ല. അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇറ്റ് ഇസ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ അഫക്ട് ചെയ്യുന്നു. വിഷ്വൽ പ്രോബ്ലം ആണ് ആദ്യം വരുന്നത്. ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ നോ ഡിഫിക്കൽട്ടി ഇൻ വാക്കിംഗ്, ബവൽ, ബ്ലാഡർ ഫംഗ്ഷൻ, എല്ലാ സിംറ്റംസും വരും. അതിന്റെ കൂടെ മെയിൻ സ്പെസിഫിക് ആയിട്ട് 3-4-5 സിംറ്റം വരുന്നത് അത് ഓർത്ത് വെക്കുക. പേര് മേ ബി ഇത് വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹെർമിറ്റ് സൈൻ എന്താണ്? ഇറ്റ്സ് ദ ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് സെൻസേഷൻ ദാറ്റ് റൺ ഡൗൺ ദ സ്പൈൻ ആൻഡ് ലിം വെൻ നെക്ക് ഈസ് ഫ്ലെക്സ്ഡ്. നെക്ക് ഫ്ലെക്സ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈനിൽ കൂടെ കാലോട്ട് ഒരു ഇലക്ട്രിക് ഷോക്ക് പയസ് ചെയ്യുന്നതാണ് ഹെർമിറ്റ് സൈൻ. അതെവിടെയാണ് കാണുന്നത്? മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്. അതേപോലെ ഉത്തോഫിനോമിന എന്ന് പറയുന്നത് വെൻ കോണ്ടാക്ട് വിത്ത് ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ സിംറ്റംസ് വേഴ്സൺ ആവും. അതും മൾട്ടിപ്പിൾ സ്ക്ലറോസിസിലാണ്. ദെൻ ഞാൻ സ്പീഡിൽ പോവുകയാണ്, നിങ്ങൾ പഠിക്കുക കേട്ടോ. ദെൻ മാർക്കസ് ഗൺ പ്യൂപ്പിൾ. ഇവിടെ എന്താണ്? റിലേറ്റ് അഫറന്റ് പ്യൂപ്പിളറി ഡിഫക്ട്, റാപ്പ് എന്ന് പറയാം. നമുക്ക് ഡ്യൂറിങ് സിംഗിങ് ഓർ ഫ്ലാഷ് ലൈറ്റ് എന്ത് പറ്റും? നോർമൽ ഫംഗ്ഷൻ ആയിരിക്കില്ല. നോക്ക് ഈ ഒരു പിക്ചർ നോക്കൂ, നോ ലൈറ്റ്. പക്ഷെ നോർമൽ റെസ്പോണ്ട് ടു ലൈറ്റ് എങ്ങനെയാണ്? കൺസ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇവിടെയോ നമ്മുടെ പോസിറ്റീവ് സൈനിൽ ദർ ഇസ് നോ കൺസ്ട്രിക്ഷൻ, ഇറ്റ് ഡയലേറ്റ് ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ഇന്റർനോക്ലിയർ ഒഫ്താൽമോപ്ലീജിയ ഡ്യൂ ടു ലീഷൻ ഇൻ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെസിക്കുലസ് കോസ് ഇംപെയർഡ് ഹൊറിസോണ്ടൽ ഐ മൂവ്മെന്റ്, ഐ കനോട്ട് അഡക്ട് or eye nystagmus. It is a classical sign of young MS patient. യങ് പേഷ്യന്റിൽ നമുക്ക് പേഷ്യന്റ് കണ്ണടയ്ക്കാൻ പറ്റാത്തത് എന്താണ്? ഇതിന്റെ ഇന്റർന്യൂക്ലിയർ ഒഫ്താൽമോപ്ലീജിയ വരാൻ സാധ്യതയുണ്ട്. സ്കോട്ടോമ, ദെൻ പാർഷ്യൽ ലോസ് ഓഫ് വിഷൻ. ദെൻ അതുപോലെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ചാർക്കോൾസ് ന്യൂറോളജിക്കൽ ട്രയാഡ്. നോക്കൂ, ഇറ്റ് ഇസ് ദ മേ ബി ഒന്നാലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇട്ടത്. എന്തൊക്കെയാണ് എവിടെ നിന്നാണെന്ന് ക്വസ്റ്റ്യൻ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നോക്കിയ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കി പോകാം. നിക്സ്റ്റാമസ്, ഇന്റർനാഷണൽ ട്രമർ ആൻഡ് സ്കാനിങ് ഓഫ് സ്പീച്ച്. നമുക്ക് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കണ്ണടയ്ക്കാൻ പറ്റില്ല, നമ്മൾ ട്രമർ ആയി പോകും. അങ്ങനെ ഓർത്തിരിക്കുക. ചാർക്കോ ട്രയാഡിൽ ഏതിലാണ് വരുന്നത്? റിലേറ്റഡ് ആണ്. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ. എവിടെ വരുന്നു? മൾട്ടിപ്പിൾ സ്ക്ലറോസിസിൽ. അതിൽ 3 ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ ക്ലാസിക്കൽ ട്രയാഡ് ഓഫ് മെനിഞ്ചൈറ്റിസ്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതൊക്കെയാണ്? ഇടയ്ക്ക് സിമ്പിൾ ഇട്ടില്ലേ നമുക്ക് ടെൻഷനാവത്തില്ല, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയത്തില്ലോ എന്നുള്ള ഒരു ഫീലിംഗ് വരും. അതുകൊണ്ടാണ്. ഏതാണ്? ഹെഡ് ഏക്ക്, നെക്ക് സ്റ്റിഫ്നെസ് ആൻഡ് ഫീവർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. മെനിഞ്ചൈറ്റിസ് എന്തായിരുന്നു? CSF, ഗ്ലൂക്കോസ് കുറവ്, ബാക്കിയെല്ലാം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഗ്ലൂക്കോസിന് മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഫോർ സിംറ്റംസും കണ്ടീഷൻസും ആ സ്റ്റിഫ്നെസ് ഒക്കെ ഇമ്പോർട്ടന്റ്, സ്റ്റിഫ്നെസ് ഓഫ് നെക്ക് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ പ്രൈമറി ബ്രെയിൻ ട്യൂമർ ഈസ് അഡൾട്ട്. ഇതൊക്കെ ഡയറക്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം. എക്സ്പ്ലനേഷൻ പഠിച്ചിടുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മോസ്റ്റ് കോമൺ പ്രൈമറി ബ്രെയിൻ ട്യൂമർ
അസ്ട്രോസൈറ്റോമയാണ്. എവിടെയാണ്? ഗ്ലിയോബ്ലാസ്റ്റോമ മൾട്ടിഫോം. ഇറ്റ് ഈസ് ദ എവിടെയാണ് വരുന്നത്? മോസ്റ്റ് കോമൺ മാലിഗ്നന്റ് ബ്രെയിൻ ട്യൂമർ ഇൻ അഡൾട്ട്. ഓക്കെ, പുവർ പ്രോഗ്നോസിസ് ആണ്. അത് അസ്ട്രോസൈറ്റോമ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് അസ്ട്രോസൈറ്റ് ആയിരിക്കുമല്ലോ, ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഇട്ടു എന്ന് മാത്രം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്യൂമർ ഓൺ ബ്രെയിൻ, മെനിഞ്ചോമ, ഒളിഗോഡെൻഡ്രോഗ്ലിയോമ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് ഓരോന്ന് എന്താണെന്ന് ഡെഫിനിഷൻ പഠിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇട്ടു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഈസ് ആബ്സെന്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സൈറ്റ്? ഓക്കെ, എൻസെഫലോപ്പതി എന്താണ് കണ്ടീഷൻ? ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്താണ്? അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ കൂടെ പാസ് ചെയ്യണം അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എവിടെയാണ്? സെർബോകോട്ടസ്, ഹൈപ്പോതലാമസ്, സെർബെല്ലം ആൻഡ് ബേസൽ ഗാംഗ്ലിയ. സർക്കുംവെൻട്രിക്കുലർ, അന്നേരം നമുക്ക് എന്ത് ആദ്യം ഓർമ്മ വരണം? സർക്കുംവെൻട്രിക്കുലർ ഓർഗൻ എന്താണെന്ന് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സർക്കുംവെൻട്രിക്കുലർ ഓർഗൻ, ദർ ഇസ് നോ ബ്ലഡ് ബ്രെയിൻ ഫംഗ്ഷൻ. ഏതൊക്കെയാണ്? ആൻസർ ഈസ് ഹൈപ്പോതലാമസ്. ഇറ്റ് ഈസ് ദ ഹൈപ്പോതലാമസ്, പൈനിയൽ ഗ്ലാൻഡ് ആൻഡ് ഏരിയ ഓഫ് പോസ്റ്റേമ. ദർ ഇസ് നോ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഇത് ഒരുമിച്ച് എന്ത് പറയും? സർക്കുംവെൻട്രിക്കുലർ ഓർഗൻ. സർക്കുംവെൻട്രിക്കുലർ ഓർഗൻ, ദർ ഇസ് നോ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഹൈലി സെലക്ട്. എന്താണ് ശരിക്കും BBB? ട്രിപ്പിൾ ബി എന്താണ്? ഇറ്റ് ഈസ് ദ ഹൈലി സെലക്റ്റീവ് സെമി പെർമിബിൾ ബാരിയർ ദാറ്റ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഹാംഫുൾ സബ്സ്റ്റൻസ് അല്ലെ? ഹാംഫുൾ സബ്സ്റ്റൻസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യം മേ ബി ചോദിച്ചേക്കാം. എന്തൊക്കെയാ ലെയർ വരുന്നത്? എൻഡോത്തീലിയൽ സെൽ, പെരിസൈറ്റ്, അസ്ട്രോസൈറ്റ് ആൻഡ് ബേസ്മെന്റ് മെംബ്രെയിൻ. മറക്കണ്ട, എൻഡോത്തീലിയൽ സെൽ, പെരിസൈറ്റ്, അസ്ട്രോസൈറ്റ് ആൻഡ് ബേസ്മെന്റ് മെംബ്രെയിൻ. അതുപോലെ ദ സർക്കുംവെൻട്രിക്കുലർ ഓർഗൻ, CVOs. അവിടെ നമുക്ക് എന്തില്ല? ഓക്കെ, എന്തില്ല? അവിടെ നമുക്ക് ഹൈലി വാസ്കുലറൈസ്ഡ് സ്ട്രക്ചർ ആണ് അറൌണ്ട് ദ തേർഡ് ആൻഡ് ഫോർത്ത് വെൻട്രിക്കിളിന് ചുറ്റുമുള്ളത്. അവിടെ നമുക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇല്ല. ഓക്കെ, ഇറ്റ് അലോ ദം ഡയറക്ട്ലി സെൻസ് ഓഫ് ബ്ലഡ് കോമ്പോസിഷൻ ആൻഡ് എക്സ്ചേഞ്ച് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലഡ് ബ്രെയിൻ ആൻഡ് CSF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൽഷിമേഴ്സ് ഡിസീസ് എന്താണ്? മറവി അല്ലേ? ആ സിനിമ, മോഹൻലാലിന്റെ സിനിമ കണ്ടവർക്കൊന്നും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇവിടെ മെയിൻ വരുന്നത്? ബീറ്റാ അമൈലോയ്ഡ് പ്ലേക്ക് ആണ് ആൻഡ് ടൗ പ്രോട്ടീൻ. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഹോൾമാർക്ക് പറയാറുണ്ട് നമ്മൾ. ബീറ്റാ അമൈലോയ്ഡ് പ്ലേക്ക് ആൻഡ് ടൗ പ്രോട്ടീൻ ആണ്. Okay, neurofibrillary triangle. Alzheimer's disease involve extracellular beta amyloid plaque and intracellular neurofibrillary triangle. ഇത് നമ്മൾ പഠിച്ചപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നു, ആ പ്രോട്ടീൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം, അതിനുശേഷം ആ ബ്രെയിൻ അട്രോഫി വന്നിട്ടാണ് നമ്മുടെ നോർമൽ ബ്രെയിൻ ഫംഗ്ഷൻ ആകാത്ത എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിന്റെ കൂടെ തന്നെ ഒന്ന് ഓർത്ത് വെക്കുക, അസറ്റോക്ലൈൻ ഇവിടെ കുറവായിരിക്കും. അമൈലോയ്ഡ് പ്ലേക്ക്, ന്യൂറോഫൈബ്രിലേറ്ററി ട്രാങ്കിൾ, അതിന്റെ ഫലമായി എന്തുണ്ടാകും? നോർമൽ കമ്മ്യൂണിക്കേഷൻ, ന്യൂറോണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. നോർമൽ സിനാപ്റ്റിക് ഡിസ്ഫങ്ഷൻ വരും, ബ്രെയിൻ അട്രോഫി വരും. ഓക്കെ, അന്നേരം മെയിൻ സിംറ്റംസ് എന്താണ്? ഹിപ്പോകാമ്പസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇത് മെയിൻ ആയിട്ട് ബാധിക്കുന്നത് ഹിപ്പോകാമ്പസ് ആണ്. ഹിപ്പോകാമ്പസിൽ എന്താണ് മെയിൻ ഫംഗ്ഷൻ? വൺ വേർഡ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു, മെമ്മറിയാണ്. അന്നേരം അൽഷിമേഴ്സിൽ ബാധിക്കുന്നത് ഹിപ്പോകാമ്പസിനെയാണ്. അന്നേരം നമുക്ക് മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് മെമ്മറി ലോസ് ആണ്. ഓക്കെ, അന്നേരം സെർബ്രൽ ഇവൻച്വലി ഇറ്റ് അറ്റാക്ക് സെർബ്രൽ കോർട്ടെക്സ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ബിഹേവിയറൽ മോഷൻ, മോളർ മൂവ്മെന്റ്, നമ്മുടെ ഓൾ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഒക്കെ വരും സെർബ്രൽ കോർട്ടെക്സിനെ അഫക്റ്റ് ചെയ്താൽ. എന്താണ് സംഭവിക്കുന്നത്? നമ്മളവിടെ ബ്രെയിൻ അട്രോഫി വരും. ഇത് കണ്ടോ നോക്കൂ, ലോസ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ടു ന്യൂറോൺ, സ്ട്രക്ചറൽ ഡാമേജ് വരും, ടൗ പ്രോട്ടീനും ഇത് വരും, ഷ്രിങ്ക് ചെയ്യും, അട്രോഫിയും. നമ്മുടെ ക്ലാസ് കേട്ടവർക്ക് ഈസി ആയിട്ട് ആ ഒരു അൽഷിമേഴ്സ് ഡിസീസ് എന്താണെന്ന് ഇപ്പൊ അനാറ്റമി മൈൻഡിൽ കൂടെ പോയി കാണും. നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് ദ മിസ്തേനിയ ഗ്രാവിസ്. എന്താണ് മിസ്തേനിയ? നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മിസ്തേനിയ വരുമ്പോൾ എന്ത് വരും? മസിൽ എന്നുള്ള ഒരു വേർഡ് വരും. മയോന്യൂറോണൽ ജംഗ്ഷനിലുള്ള അബ്നോർമാലിറ്റി മൂലം മസിൽ വർക്കാവത്തില്ല, അതാണ് മിസ്തേനിയ. എന്നിട്ട് നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ അത് പഠിച്ചെടുക്കാം അല്ലെ? ഡ്യൂ ടു എന്താണ്? ഓട്ടോ ആന്റിബോഡി അഗൈൻസ്റ്റ് ദ അസറ്റൈക്കോളിൻ റിസപ്റ്റർ. ഇവിടെയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെയാണ്. ഓട്ടോ ആന്റിബോഡി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഡയറക്റ്റ് ന്യൂറോണിലല്ല, ന്യൂറോൺ മസിൽ ജംഗ്ഷനിൽ. ഇവിടെ അസറ്റൈക്കോളിൻ വർക്ക് ചെയ്യുന്നു. ഈ അസറ്റൈക്കോളിൻ ഡയറക്റ്റ് അസറ്റൈക്കോളിൻ റിസപ്റ്ററിൽ പോയാലേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ എന്ത് പറ്റും? ഇവിടെ ആന്റിബോഡി വന്നിട്ട് അസറ്റൈക്കോളിൻ റിസപ്റ്ററിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. അവിടെ വന്ന് പറ്റി പിടിച്ച് അവിടെ അസറ്റൈക്കോളിൻ വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. അന്നേരം ഓട്ടോമാറ്റിക്കലി ഈ നെർവിൽ നിന്ന് മസിലിലോട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യില്ല. ഇപ്പം അന്നേരം എന്ത് പറ്റും? മസിലിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അതാണ് ഇതിന്റെ പാത്തോഫിസിയോളജി. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുന്നു എന്ന് മാത്രം. ഓട്ടോഇമ്മ്യൂൺ റെസ്പോൺസ് വരുന്നു. നമ്മുടെ അസിറ്റൈൽകോളിൻ റിസപ്റ്ററിനെ വർക്ക് ചെയ്യുന്നു. അന്നേരം നമുക്ക് എന്ത് പറ്റുന്നു? നോർമൽ അസിറ്റൈൽകോളിൻ വർക്ക് ചെയ്യാൻ പറ്റാതെ അതിന്റെ സിംറ്റംസ് വരുന്നു. മേ ബി സിംറ്റംസ് ഡിപ്പെൻഡ് അപ്പോൾ ഏത് പാർട്ടാണ് വന്നത്. ഓരോ ഏരിയ ഒപ്റ്റിക് നെർവാണെങ്കിൽ നമുക്ക് എന്ത് വരും? അവിടെ ഡിപ്ലോപ്പിയ ടോസിസ്. ഓക്കെ, അതിന്റെ സിംറ്റംസ് വരും. ബൾബാർ മസിൽ ആണെങ്കിൽ ബൾബാർ ഏത് ഏരിയയിലാണ്? ഫേഷ്യൽ മൂവ്മെന്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻ അതൊക്കെ വരും. ദെൻ ജസ്റ്റ് നമ്മുടെ ലാരിഞ്ചിയൽ ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ ഡിസ്ഫോണിയ. ഒരു ഏത് ഏരിയ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും സിംറ്റംസ് വരുന്നത് കേട്ടോ. വീക്ക്നെസ് അഫക്ട് ദ എക്സ്ട്രിമിറ്റി, ഇന്റർകോസ്റ്റൽ മസിൽ, റെസ്പിറേറ്ററി ഫെയിലിയറോട്ട് തന്നെ പോവാൻ സാധ്യതയുണ്ട്. മിസ്തീനിയ ഗ്രാവിസ് പൂർലി മോട്ടോർ ഡിസോർഡർ വിത്ത് നോ എഫക്ട് ഓൺ സെൻസേഷൻ. സെൻസേഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ ബ്രെയിനിന് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു മൂവ്മെന്റ് അവിടെ എത്തുന്നില്ല. അന്നേരം ഇതിനകത്ത് സെൻസേഷൻ അഫക്ട് ചെയ്യുന്നില്ല. പ്യുവർ മോട്ടോർ മാത്രമാണ്. ഓക്കെ, ജസ്റ്റ് അത് തന്നെയാണ്. മിസ്തീനിയ, ഗ്രേസ് മസിൽ വീക്ക്നെസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് ഇംപ്രൂവ് വിത്ത് റെസ്റ്റ് ആണ് കേട്ടോ. കാരണം കുറച്ച് അസിറ്റോക്കോളിൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ അസിറ്റോക്കോളിൻ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എപ്പിലെപ്സി. എപ്പിലെപ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടും കേട്ടും ഡീറ്റെയിൽ ആയിട്ട് ഈസി ഉള്ള ഒരു കണ്ടീഷനാണ് എപ്പിലെപ്സി. എന്താണ് ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് എന്താണ്? നോക്കൂ, റെക്കറന്റ് അൺപ്രൊവോക്ഡ് സീഷർ ആണ്. എ സിംഗിൾ സീഷർ ഡ്യൂ ടു ഫീവർ വന്ന എപ്പിലെപ്സി പറയോ? ഇല്ല. സീഷർ ഫോളോവിങ് ഒരു ഹെഡ് ട്രോമ വന്ന അതിന് എപ്പിലെപ്സി എന്ന് പറയോ? ഇല്ല. ലോസ് ഓഫ് കോൺഷ്യസ് ഇല്ല. ഒരു കണ്ടിന്യൂസ് സീഷർ വന്ന ഒരു ഡിസീസ് ആകുമ്പോഴാണ് അതൊരു എപ്പിലെപ്സി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റെക്കറന്റ് അൺപ്രൊവോക്ഡ് സീഷർ. ഓക്കെ, നെക്സ്റ്റ് അന്നേരം അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസും എല്ലാവർക്കും ടോണിക് ക്ലോണിക് കൺവെക്ഷൻ ഒക്കെ അറിയാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു മറന്നു പോകുന്ന ഒരു സംഭവം മീൻസ് ഇതിന്റെ ക്ലാസിഫിക്കേഷനും ഇതിന്റെ 2 3 പേരുമായിരിക്കും. ഓക്കെ, ഒരു സീഷർ അടിച്ച് വന്ന് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഡ്രഗ് ചോയ്സ് എപ്പോഴും നമ്മൾ എന്തായിരിക്കും? ലോറാസ് ആയിരിക്കും. ലോറാസ്, ഡൈസിപ്പം പോലെയുള്ള ഇത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡയറക്റ്റ് ഫിനൻറ്റോയിനോ ലെവിപ്പില് പോലുള്ള മെഡിസിനൊക്കെ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യുന്നു മാത്രം. ടോണിക് ക്ലോണിക്കിന്റെ അതർ നെയിമാണ് ഗ്രാനുലാർ സീഷർ. ജസ്റ്റ് എല്ലാ ടോണിക് നല്ല ആക്റ്റീവ് സ്റ്റിഫ്നെസ്സും അത് കഴിഞ്ഞ് മസിൽ റിലാക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും മോറയും അങ്ങനെയൊക്കെ വരും. നെക്സ്റ്റ് ആബ്സെന്റ്, അതർ നെയിം ഈസ് പെറ്റിറ്റ് മാൽ. ഇത് മറക്കല്ലേ, GT ഗ്രാൻഡ്മാലിന്റെ ടോണിക് ക്ലോണിക്. ആബ്സെന്റ് സീഷർ പെറ്റിറ്റ് മാൽ. PA അവരുടെ PA ആണ്, സീഷറിന്റെ PA ആണെന്ന് ഓർക്കുക. പെറ്റിറ്റ് മാൽ ആബ്സെന്റ്. ബ്രീഫ് ലാപ്സ് ഓഫ് കോൺഷ്യസ്, ഒരു ബ്ലാങ്ക് സ്റ്റെയർ മാത്രമേ കാണുള്ളൂ. നമ്മൾ സീഷറിന്റെ ഹിസ്റ്ററി ഉള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ മേ ബി ഒരു ടൈപ്പ് ഓഫ് സീഷർ ആകാം. ദെൻ മയോക്ലോണിക്, സഡൻ ബ്രീഫ് ഷോക്ക് ലൈക്ക് ജെർക്ക് മാത്രമാകാം. ദെൻ ക്ലോണിക്, റിതമിക് ജർക്കിംഗ് മൂവ്മെന്റ്. ടോണിക്, സഡൻ മസിൽ സ്റ്റിഫനിങ് ആകുമ്പോൾ. അറ്റോണിക്, ഒരു ഡ്രോപ്പ് അറ്റാക്ക് പോലെയാകാം. ഇതൊക്കെ ജനറലൈസ്ഡ് ആണ് കേട്ടോ. ഇനി പാർഷ്യൽ സീഷർ, അതിന്റെ വോക്കൽ സീഷർ ആണ് ഫോക്കൽ അവെയർ, സിമ്പിൾ പാർഷ്യൽ. ദെൻ കോംപ്ലക്സ് പാർഷ്യൽ, ഫോക്കൽ ഇംപെയർഡ് അവയർനെസ്. അവിടെ തമ്മിൽ എന്താണ്? ഒന്ന് അവെയർ ആയിരിക്കും, ഒന്നിൽ അവെയറിലായിരിക്കും. സിമ്പിൾ പാർഷ്യലിൽ പേഷ്യന്റ് അവെയർ ആയിരിക്കും. കോംപ്ലക്സ് പാർഷ്യലിൽ പേഷ്യന്റ് അവെയർ ആയിരിക്കില്ല. അത് രണ്ടും അവിടെ ഡിഫറൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്, കൺവേർഡും വരാറുണ്ട്. ജസ്റ്റ് ഫോക്കൽ ടു ബൈലാറ്ററൽ ടോണിക് ക്ലോണിക്. ഓക്കെ, ദെൻ അതിന്റെ തന്നെ നമുക്കൊരു ഇതുപോലെ എന്താണ് ഫെബ്രൈൽ സീഷർ ഇൻ ചിൽഡ്രൻ വിത്ത് ഫീവർ ആണ് നമ്മൾ ഫെബ്രൈൽ സീഷർ എന്ന് പറയും. റിഫ്ലക്സ് സീഷർ ട്രിഗേർഡ് ബൈ സ്പെസിഫിക് സ്റ്റിമുലേ, അതാണ് നമ്മൾ അതിനെ റിഫ്ലക്സ് സീഷർ എന്ന് പറയും. സ്റ്റാറ്റസ് തന്നെ നമുക്ക് ഇഷ്ടം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. കണ്ടിന്യൂസ് സീഷർ അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു സ്റ്റാറ്റസ് എപ്പിലെപ്സി. ദാറ്റ് ഈസ് എങ്ങനെയാണ് ഡിഫൈൻ? ഇറ്റ് ഈസ് മോർ ദാൻ 5 minutes കണ്ടിന്യൂസ് റിക്കറന്റ് അടിക്കുവാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെറ്റിക്സ് എന്ന് പറയും. ഓക്കെ, ദെൻ സെറിബ്രൽ ലീഷൻ കോസസ് വിച്ച് ഓഫ് ദ ഫോളോവിങ്. ലീഷൻ വന്ന എന്താണ് നമുക്ക് അതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്? സെറിബെല്ലാർ ഏരിയ ആണ്. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? നോർമൽ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ അബ്നോർമാലിറ്റി ആയിരിക്കും നമുക്കിവിടെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അങ്ങനെ ചിന്തിക്കുക. എന്താണ്? സെറിബ്രൽ ലീഷൻ കോസ് ഇന്റൻഷൻ ട്രമർ, അറ്റാക്സിയ, ഡിസ്മെട്രിയ, ബ്രാഡിസ്കോക്കൈനീഷ്യ, അഫക്റ്റിംഗ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. എന്താണ് മെയിൻ ഫംഗ്ഷൻ വരുന്നത്? ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. പിന്നെ ഓരോ വേർഡ് നമ്മൾ ഡിസാർത്രിയ, ഡിസ്മെട്രിയ, ഹൈപ്പോ മെട്രിയ, ഹൈപ്പോകൈനേഷ്യ, ഓരോ വേർഡുകൾ നിങ്ങൾ ആ വേർഡുകളൊക്കെ ഒരു ബുക്കിൽ ഓർത്ത് എഴുതി വെച്ച് അതിന്റെ ഐഡിയോകോകൈനേഷ്യ എല്ലാം വരും അല്ലെ. അന്നേരം എല്ലാം നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു പഠിക്കുക കേട്ടോ. ഓക്കെ, സെറിബെല്ലർ ലീഷൻ ഡാമേജ് ഓഫ് സെറിബെല്ല ദാറ്റ് ഇംപെയർ കോർഡിനേഷൻ. മെയിൻ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ആണ് നമുക്കറിയാം. അന്നേരം ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സിംറ്റം? ഗേറ്റ് അറ്റാക്സിയ, ടെസിയ, വാക്കിംഗ് ഡിസ്റ്റർബൻസ്, നിസ്റ്റാഗ്മസ്, അൺകൺട്രോൾഡ് ഐ മൂവ്മെന്റ് ആൻഡ് ഡിസാർത്രിയ. ഓക്കെ, നെക്സ്റ്റ്, the most common site of spinal cord compression by herniated disc.
ഡയറക്റ്റ് പഠിക്കുക. L4 L5 സ്വതവേ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നത് എവിടെയാണ്? അന്നേരം അങ്ങനെ വെച്ച് നമുക്ക് ഓർത്തിരിക്കാം. കോമൺസ്റ്റ് L4 L5 ദെൻ നെക്സ്റ്റ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്ട്രോക്ക്. ഇതും CBA ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഏതാണ്? ഇസ്കീമിക് സ്ട്രോക്ക് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. CBA എല്ലാവർക്കും കണ്ടും കേട്ട് അറിയാം. ജസ്റ്റ് ഒന്ന് ഇട്ടു എന്ന് മാത്രം കേട്ടോ. ബ്രെയിൻ അറ്റാക്ക് ആണ് ഇസ്കീമിക് സ്ട്രോക്ക് കോസ്ഡ് ബൈ ബ്ലോക്കേജ് ആൻഡ് ഹെമറാജിക് സ്ട്രോക്ക് കോസ്ഡ് ബൈ ബേസ്റ്റ് ബ്ലഡ് വെസൽ. ആ ഒരു കമ്പാരിസൺ മാത്രം ഞാൻ ജസ്റ്റ് മെയിൻ കാര്യം ഇട്ടു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ക്ലാസിക് ട്രയോഡ് ഓഫ് നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മുതൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ആ ഒരു ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും പിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.